ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് പരോപകാരമാണ്. ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോവുക. കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാര വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിയിട്ട് കടം തീർന്നില്ല എന്ന്. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവൻ ഉറക്കം ഒടിച്ചിരിക്കുന്ന അല്ലാതെ കടം തീരുവ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരും പറഞ്ഞ നടക്കുകയാണ്. എടാ ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടോ? സംഭവം ശരിയാണ്. നിങ്ങൾ ഈ കള്ളത്തരത്തിന്റെ പിന്നാലെ പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാർ, അങ്ങനത്തെ വഞ്ചനകൾ നമ്മൾ വിട്ടുപോകരുത്. അതായത് കടക്കണിയിൽ കുടുങ്ങിയ ഒരാൾ, അയാൾക്ക് പിന്നെ ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞ പോലെ പിറുപിറു പറഞ്ഞല്ലോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ഒരു കച്ചവട വസ്തു വെക്കുക. ഈ കടത്തിൽ കുടുങ്ങിയ വീട്ടുകാരനെ അല്ലെങ്കിൽ വ്യക്തിയെ ഒരു കച്ചവട വസ്തുവാക്കിയിട്ട് കൂടുതൽ ഈ പുരോഹിതൻ ലാഭം ഉണ്ടാക്കി ഇയാളെ കുടിസതയിലേക്ക്, കൂടുതൽ കടക്കണിയിലേക്ക് തള്ളിയിടുന്ന ഒരവസ്ഥ. അതാണ് ശരിക്കും അന്യായമായി ആളുകളെ സ്വത്ത് തിന്നുക. മറ്റൊന്ന്, ഇപ്പോൾ കടബാധിതനായ ഒരാൾ പിന്നെ ആ പ്രശ്നം നമ്മളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ കുടുങ്ങിയ ഒരാളുണ്ട് എന്നറിഞ്ഞാൽ അയാളെ അതിൽ നിന്ന് കരകയറ്റാൻ ഇസ്ലാം പഠിപ്പിച്ച അസ്ബാബുകൾ, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മനുഷ്യനിർമ്മിത കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുക, തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അതാണ് ഈ ആയത്തിൽ വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാൻ്റെ മാർഗത്തിൽ തടയുക. ഇപ്പം ഇയാൾ പിന്നെ പ്രധാനമായും ഉന്നം വെച്ചത് സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ നടത്തുന്ന കുറേ കച്ചവടങ്ങളെയും തട്ടിപ്പുകളെയും. ഇപ്പം മുമ്പ് രണ്ട് പ്രയോഗങ്ങൾ ശ്രദ്ധയാണ്: കള്ളത്തരം, അതേപോലെ തന്നെ വഞ്ചന. ഇതാണ് ഇപ്പോൾ സമൂഹത്തോടാൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇത് കള്ളത്തരമാണ്, വഞ്ചനയാണ്. ഇന്ന് ഒന്നും രണ്ടും തട്ടിപ്പ് സരസ്സുകളൊന്നുമല്ല, എത്രയാണെന്ന് അറിയും. അത് മാത്രമല്ല, ഈ പാമര ജനങ്ങൾ, ഈ സാധാരണക്കാർ, ഇവരുടെ നാവിൽ നിന്ന് വരുന്ന സ്വലാത്ത്, ദിക്ർ, ദുആ എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടിട്ട് ആഭരണങ്ങളും അതേപോലെ തന്നെ ഇല്ലാത്ത അവരുടെ വിയർപ്പ്, ആ വിയർപ്പിലൂടെ കിട്ടിയത് ഇവരെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. എന്നിട്ട് ഈ പുരോഹിതന്മാർ യാതൊരു ലജ്ജയും ഇല്ലാതെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് കാണിക്കുക. ഇത്ര പവൻ തന്നു, ഇതാ കെട്ട് കണ്ടോളൂ, ഇത്ര ലക്ഷങ്ങൾ കിട്ടി. ഒരു നാണവുമില്ലാതെ മടിയുമില്ലാതെ ഈ കിട്ടിയ ഈ കള്ളത്തരത്തിലൂടെ, ഈ വഞ്ചനയിലൂടെ കിട്ടിയത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പുരോഹിതന്മാർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇപ്പോൾ ഈ വ്യക്തി തന്നെ പല കാര്യങ്ങളെയും ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്. എന്നാൽ പല ഖുറാഫത്തിനും ഇയാൾ എന്ത് ചെയ്യലുണ്ട്, പിന്നെ കൊട നിവർത്തി നല്ല തണലിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ശക്തമായി പ്രതികരിക്കണം. ഒരു കടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഈ പുസ്തകം, ഇത് അൽ ജവാഹിർ ഇസ്മു ചികിത്സ എന്ന പുസ്തകമാണ്. ഇസ്ലാമിൽ ഒരിക്കലും ഇല്ലാത്ത പിന്നെ സംഗതിയാണ് അസ്മാഅ് തൽസമാത്ത്. ഇത് യഥാർത്ഥത്തിൽ പിന്നെ സൂഫികളിലൂടെ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് കേരളത്തിൽ നിന്ന് വ്യാപകമാണ്. ഇതിന് ബോർഡ് വെച്ചിരിക്കുന്ന ഉസ്താദുമാരുണ്ട്. ഇതേപോലെ പുസ്തകങ്ങൾ ഇറക്കിയിട്ട് ഇതിൽ ഷെയ്ത്വാനിയത്ത്, കളം വരച്ചുകൊണ്ടൊക്കെയുള്ള ചികിത്സകളാണ്. അതേപോലെ ഈ പിന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള നാള്, നക്ഷത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന തനിച്ച ഒരു പൈശാചികതയാണ് ഇത്. ഇപ്പോൾ ഇതിനും കാണാം, ഇതിൻ്റെ 33-ാമത്തെ പേജിൽ കാണാം, ബിസിനസ് പുരോഗതിക്കും കടം വന്നവർക്കും ചെയ്യേണ്ട അമൽ. അപ്പോൾ അമൽ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു ഇസ്തിലാഹാണ്, ഒരു പ്രയോഗമാണ്. അമൽ എന്ന് പറഞ്ഞാൽ ഇതിന് തുടക്കത്തിൽ പറയേണ്ടത് എന്താണ് അമലിൻ്റെ ഉദ്ദേശം. അതായത് ഇതിൽ പറഞ്ഞ പോലെ പ്രത്യേക കളങ്ങളും കാര്യങ്ങളും പ്രത്യേക എണ്ണമൊക്കെ പറഞ്ഞേക്കും. ആ എണ്ണം അടിസ്ഥാനമാക്കി അത് തെറ്റാതെ ചെയ്യുക എന്നതാണ് ഉദ്ദേശം. എന്നിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന, ഇപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ആളുകളെ കള്ളത്തരത്തിലൂടെ, വഞ്ചനയിലൂടെ, അല്ലെങ്കിൽ പിറുപിറു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഉദാഹരണമാണ്, ആവശ്യം പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുക, ശേഷം 4500 ബിസ്മി ചൊല്ലുക. 2 റക്അത്ത് നിസ്കരിക്കുക. ഇപ്പോൾ കടം വീടി കിട്ടേണ്ട വിഷയത്തിൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. കടം വീടി കിട്ടാൻ 2 റക്അത്ത് നിസ്കരിക്കണം ഇസ്ലാം പറഞ്ഞിട്ടില്ല. 4500 ബിസ്മി, ഏതൊരു നല്ല കാര്യത്തിലേക്ക് പോകുമ്പോഴും ബിസ്മി കൊണ്ട് ആരംഭിക്കാൻ ഇസ്ലാമിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എണ്ണം വെച്ച് ബിസ്മി ഇല്ല. എന്നിട്ട് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും എന്ന ആയത്ത് ഓതുക. എത്ര? 450 വട്ടം ചൊല്ലുക. ഇത് മൂപ്പര് പറഞ്ഞാൽ പിറുപിറു പെട്ടതാണ്. കാരണം ഇത് പറഞ്ഞു കൊടുക്കുന്ന മുസ്ലിയാർക്ക് തന്നെ ചിലപ്പോൾ ഈ ആയത്ത് പൂർണ്ണമായിട്ട് ഓതാൻ കഴിയൂല. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണ്. ശേഷം 450 പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക. അപ്പോൾ ഇസ്ലാമിലെ സ്വലാത്തിൻ്റെ പേര് തട്ടിപ്പാണിത്. ഇസ്ലാമിൽ സ്വലാത്തുണ്ട്, പക്ഷെ സ്വലാത്തുൽ ഫാത്തിഹ് നിർമ്മിത സ്വലാത്താണ്.
അതുപോലെ 450 വട്ടം യാ അസീസ്, യാ കാഫി, യാ ഖയ്യൂം, യാ 450 വട്ടം, യാ ലത്തീഫ് എന്ന് ചൊല്ലുക. ഇവ ഓരോ 100 ചൊല്ലുമ്പോൾ യാ അസീസ് ഐസനി, യാ കാഫി ഇഖ്ഫിനി, യാ കവി കവ്വിനി, യാ ലത്തീഫ് പിന്നെ ഉൽത്തുഫി, ഓരോ 100 ആകുമ്പോഴും പിന്നെ ഇത് കയറ്റി കൊടുക്കണം. ശേഷം ആവശ്യം പറയുക. ഇങ്ങനെയൊക്കെ ചൊല്ലി കഴിയുമ്പോഴേക്ക് ആൾക്ക് ജീവൻ ഉണ്ടാവില്ല എന്നുള്ളത് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. കാരണം ഇതൊക്കെ ഒരു സമയത്ത് തന്നെ ചെല്ലേണ്ട കാര്യങ്ങളാണ്. ഇതാണ് റഹ്ബാനിയത്ത്, തനിച്ച പൗരോഹിത്യം. ഇത് പച്ചയായ അനാചാരമാണ്. ഇങ്ങനെ ഇപ്പം ഇതിൽ കൊടുത്ത ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. പക്ഷേ ഈ ആയത്തിൽ അങ്ങനെ ഒരു നിയമമല്ല. അതേപോലെ യാ അസീസ് ഐസൻ ഇങ്ങനത്തെ ഒരു ദിക്കറിന് ഇസ്ലാമിലില്ല, ഈ ഇതിൽ പറഞ്ഞ ദിക്കറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക ഞെരുക്കമുള്ളവർ ചെയ്യേണ്ട അമൽ, അത് 2 റക്അത്ത് നിസ്കരിച്ചു കണ്ട് ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ 4500 വട്ടം, 313 വട്ടം യാ അസീസ്, യാ കാഫി, യാ ഖയ്യൂം, യാ ലത്തീഫ്. പിന്നെ അങ്ങനെ ഓരോന്ന് ഈ പുരോഹിതന്മാർ നിർമ്മിച്ചുണ്ട്. എന്നിട്ട് ശേഷം പറയാണ് സാമ്പത്തിക ഞെരുക്കം മാറി വരുമെന്ന് നേരിൽ കാണാം ഇൻഷാ അല്ലാഹ്. വരക്കേണ്ട കളവും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കളക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ആ കളത്തിൻ്റെ കോലപ്പോയി കാണുന്നത്, ഇങ്ങനെ ഒരു കളക്ക് വരച്ചിട്ട് അത് 2-3 വര, പിന്നെ 106, 115, 100 ഇങ്ങനെയുള്ള കുറേ മനുഷ്യനിർമ്മിത പുരോഹിത പരിപാടി. ഇത് കേട്ടിട്ട് അപ്പോൾ ഇത് ശരിക്കും ഇതാണ് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശബ്ദങ്ങളായി മാറണം ഇവരതൊക്കെ. പിന്നെ ഇതിപ്പോൾ ആത്മീയ ഒറ്റമൂലികളുടെ ഒരു സഖാഫി എഴുതിയ പുസ്തകമാണ്. ഇത് ഫുള്ള് വായിക്കുന്നില്ല. ഇതിൽ കാണാം ഇല്ലായ്മയും കടവും നീങ്ങിക്കിട്ടാൻ സൂറത്തുൽ കഹ്ഫിനെ വീട്ടിൽ എഴുതി തൂക്കുക. സൂറത്തുൽ കഹ്ഫിന് ഇസ്ലാം കൊടുത്തൊരു പരിഗണന ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു പരിഗണനയല്ല. എന്നിട്ട് ഉഹുദ് പർവ്വതത്തിൻ്റെ അത്ര കടം ഉണ്ടെങ്കിൽ പോലും വീടി കിട്ടാൻ, ഉഹുദ് മലയോളം കടമുണ്ടെങ്കിൽ വീടി കിട്ടാനുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പറയണം. ഇത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക എന്നുള്ള ആയത്താണ് ചൊല്ലേണ്ടത്. എന്നിട്ട് പിന്നെ ഒരാൾ നിർമ്മിച്ച റഹ്മാനു ദുനിയ വൽ ആഖിറ എന്നുള്ള ഒരു പ്രാർത്ഥന. ഇങ്ങനെ ഇവർ നിർമ്മിച്ചുണ്ടാക്കിയ കുറേ കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുക, അവരെ തട്ടിപ്പിലും അതേപോലെ കള്ളത്തരത്തിലും വഞ്ചനയിലും അകപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾ ഒരു കാര്യത്തോട് മാത്രമല്ല എല്ലാ അനാചാരങ്ങളോടും. കാരണം ഇസ്ലാമുമായി ബന്ധമില്ലാത്തതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ്. ആ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ച മതമാണ് ഇസ്ലാം. കാരണം ഇസ്ലാം വരുന്ന സമയത്ത് ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. അതിനെതിരെ ശബ്ദിച്ച് കൃത്യമായ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച രീതിയാണ് പിന്നെ ഇസ്ലാമിൻ്റെത്. അതുകൊണ്ട് ഈ നിലക്ക് ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ മാറി വരണം എന്നാണ്. ഒരുപാട് മുസ്ലിയാക്കന്മാർക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. അവരൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യണം. അവരൊക്കെ രംഗത്ത് വന്നിട്ട് അവരെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം കള്ളത്തരങ്ങൾക്ക് നേരെ പ്രതികരിക്കണം. സമൂഹം ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പുകളെ കരുതിയിരിക്കണം, പേടിച്ചിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ആത്മീയ തട്ടിപ്പുകളുടെ ഭാഗമാണ് മുസ്സലായി പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കുറേ മുസ്സലായി വായിച്ചു. ഇങ്ങനെ ഇല്ലാത്ത, ഒരിക്കലും പ്രമാണം പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ വരക്കാനും എഴുതാനും പറയാനും ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുകയാണ്. അതിനെ പ്രത്യേകം അമലും തന്നെ ഓല് പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം ഉണ്ടല്ലോ. ഇസ്ലാം ആത്മീയമായി പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്റുകളും ദുആകളും വ്യത്യസ്ത വിഷയങ്ങൾ നമുക്കുണ്ടല്ലോ. അത് എങ്ങനെയാണ് ഒരു വിശ്വാസി അതിനെ പരിഗണിക്കേണ്ടത്? ഇതിൽ നമ്മൾ ഈ ഉസ്താദിൻ്റെ ക്ലിപ്പ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, നമ്മളെ മുസ്സലായി പറഞ്ഞ തന്നെ നമ്മളെ കുറച്ച് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം അൽഹംദുലില്ലാഹ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ പോസിറ്റീവ് വശതാണ്. ഇദ്ദേഹം മാത്രമല്ല, വേറെയും കുറേ ആൾക്കാർ ഇത് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം, പിന്നെ കടം തീരാനുള്ള ഈ പ്രാർത്ഥന അവർ പറയുന്നുണ്ട്, ഉസ്താദിൻ്റെ കടം തീരുന്ന്. ഇത് ചൊല്ലുന്നതുകൊണ്ട് ഓല പൈസ വാങ്ങിയിട്ട് ഉസ്താദ്മാരെ കടം തീരും, ചെല്ലുന്ന ആൾക്കാരെ കടം തീരില്ല, വെറും തട്ടിപ്പാന്ന് മൂപ്പരനെ ബോധ്യപ്പെടുത്താണ്. എന്തായാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണെന്ന് സമൂഹം തിരിച്ചറിയേണ്ടതില്ല. അതിന് ഇവരൊക്കെ ഇനിയും പണിയെടുക്കട്ടെ എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഷരീഫ് ചോദിച്ച പോലെ ഇസ്ലാമിൽ ശരിക്കും ദിക്റുകൾ, ദുആകൾ, കടവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ ധാരാളം കാണാൻ പറ്റും. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ഇവർ ശരിക്കും ഈ തട്ടിപ്പിൻ്റെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ദിക്റുകളാണ്. രാവിലെ സുബഹി സമയത്തൊക്കെ നമ്മളെന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഈ നമ്മൾ സുബഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഒന്ന് നെറ്റൊക്കെ തുറന്നു നോക്കിയാൽ കാണാം, രാവിലെ 10,000 ആൾ 20,000 ആളുകളൊക്കെ ഓൺലൈനിൽ എന്ത് ചെയ്യുന്നു, ഇല്ലാത്ത ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹദ്ദാദ്,
പല ദിക്റുകൾ ഒരു അസ്ലും ഇല്ലാത്ത. അപ്പോൾ ഞാൻ മുസ്ലിം ഇങ്ങനെ വായിച്ച പിന്നെ കളത്തിൻ്റെയും ഇതൊക്കെ വായിച്ചല്ലോ, പിന്നെ 450 ബിസ്മി അങ്ങനെ വായിച്ചല്ലോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കാര്യം വായിക്കുമ്പോൾ ഇത് ഇമാം ബുഖാരി പറഞ്ഞതാണ്, ഇമാം മുസ്ലിം പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഏതിലൊന്ന് വായിക്കും പേര് അത് വരുന്നില്ലല്ലോ. കാരണം ആ പുസ്തകം നമ്മളൊക്കെ വായിച്ച പുസ്തകമാണ്. അതിൽ നിന്ന് എവിടെ അങ്ങനത്തെ ഇത് ആരാണിത് പറഞ്ഞത്, ആരാ ഇത് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നബിയിലേക്ക് എത്തുന്ന ഒരു പരമ്പര അവർക്ക് പറയാമല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ദിക്റുകളൊക്കെ അത് പ്രാമാണികമാണ്. ഇപ്പോൾ അള്ളാഹു ദിക്ർ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന നമുക്കിവിടെ തർക്കമില്ല. ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട പ്രാർത്ഥന ഉണ്ട്, പ്രഭാതത്തിലെ പ്രാർത്ഥന ഉണ്ട്, പ്രദോഷത്തിലെ പ്രാർത്ഥന ഉണ്ട്, ഉറക്കവുമായി എല്ലാ സമയത്തും പ്രാർത്ഥനകളുണ്ട്. അതിലൊക്കെ അതിൻ്റെ കൃത്യമായ എണ്ണം എത്രയാണ്. ഇപ്പോൾ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് എത്ര തവണ പറയണം, അൽഹംദുലില്ലാഹ് എങ്ങനെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഉള്ള അതേ രീതിയിൽ നിൽക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എണ്ണമില്ലാതെ നമുക്ക് എത്രയും ചെല്ലാവുന്ന പ്രാർത്ഥന ഉണ്ട്. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രത്യേകിച്ച് ഈ അയ്യാമത്തെ ശരീക്കിൻ്റെ ഈ പിന്നെ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം കൂടെയാണ്, ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ എണ്ണം പറയാതെ, ഇപ്പോൾ സ്വലാത്ത് നബിയുടെ പേരിൽ നമുക്ക് എത്രയും സ്വലാത്തില്ല, ഇതൊക്കെ കുറേ കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഒരു ഹദീസിൻ്റെ പ്രാമാണികമായ ഒരു തെളിവില്ലാത്ത കാര്യങ്ങളാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക, ഹലാല് കൊണ്ട് മതിയാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണേ, ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് മതിയാകുന്ന അതിൽ സംതൃപ്തിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഗ്നി ബി ഫദ്ലിക അമ്മൻ സിവാക, റബ്ബിൻ്റെ ഫദ്ല് കൊണ്ട് നമുക്ക് അതിനുണ്ടാകാം, നമുക്ക് എന്താ പറയുക അതിൽ ഒരു ഉന്നതിയിലെത്താൻ. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ, ശരിക്കും മുസ്ലിയാക്കന്മാർക്കുള്ളൊരു ഒരു അടിയും കൂടിയാണിത്. കാരണം മറ്റുള്ള ആളുകളെ ആശ്രയിച്ചിട്ടല്ല നമ്മളെ കടം തീർക്കേണ്ടത്. ഒന്ന് അദ്ദേഹം പറഞ്ഞാലോ പണിയെടുക്കണം, രണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഇപ്പം മുസ്ലിം പറഞ്ഞു ഉഹുദ് മലയോളം കടങ്ങളുണ്ട് എങ്കിലും അതൊക്കെ പൊറുക്കപ്പെടും, ഒരു വിശ്വാസം ഉണ്ടാകണം, ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണം. പിന്നെ കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമൂഹം അവഗണിക്കുന്നൊരു മേഖലയാണ്, ഒന്ന് കടം എഴുതി വെക്കൂല. ഇത് ആരുതാണ് ഇപ്പം ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് അറിയില്ല പിന്നെ ഭർത്താവിന് എത്ര കടമുണ്ട്, ആൾക്കാർ ചോദിച്ചു വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇവരറിയുന്നത്. അപ്പോൾ കടമെന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശാലമായൊരു ഫിഖഹിൻ്റെ വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശ്രോതാക്കൾ ശരിക്കും കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ പഠിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം. കടം കൊടുക്കുമ്പോൾ അത് എഴുതി വെക്കണം, സാക്ഷികൾ ഉണ്ടാകണം, അത്യാവശ്യത്തിന് മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് മര്യാദകൾ ഇസ്ലാം ആ മേഖലയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പിന്നെ ദിക്റുകളും ദുആകളും പരിശുദ്ധ ഇസ്ലാമിലുണ്ട്, അതിൽ ഒരു സംശയമില്ല. അത് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ദുആഹുൽ ഇബാദ എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. അതുകൊണ്ട് തന്നെ ആ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുക, അതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. അതല്ലാത്ത വഴികളിലൂടെ ഇപ്പം മുസ്ലിം എണ്ണി പറഞ്ഞ അങ്ങനത്തെ ഒരു വഴിയും ഇസ്ലാമിലില്ല. ആ വഴികളിൽ നമ്മൾ മാറി നിൽക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.